നമസ്കാരം, സ്ട്രൈക്ക് ടോക്കറാണ്. വർക്കലയിൽ നിയമസഭാ മണ്ഡലത്തിൽ 10 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം BJP സ്ഥാനാർത്ഥി മത്സരിക്കും. NDAയിൽ കഴിഞ്ഞ 2 തവണയായി BDJS ആയിരുന്നു മത്സരിച്ചു വന്നത്. ഇത്തവണയും അവർക്കാണ് സീറ്റ് നൽകിയത്. അഡ്വക്കേറ്റ് ശ്രീനിവാസൻ വേണുഗോപാലിനെ സ്ഥാനാർത്ഥിയായി നിശ്ചയിച്ചിരുന്നു. എന്നാൽ അവസാന നിമിഷം BDJSൽ നിന്ന് സീറ്റ് ഏറ്റെടുത്താണ് BJP സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചത്. ഇതോടെ BJP ക്യാമ്പ് ഉണരുകയും ശക്തമായ മത്സരത്തിന് തയ്യാറെടുപ്പ് തുടങ്ങുകയും ചെയ്തു. CPM ഏരിയ കമ്മിറ്റി അംഗത്തെ അടർത്തിയെടുത്ത് സ്ഥാനാർത്ഥിയാക്കിയാണ് BJP പോരാട്ടം കടുപ്പിക്കുന്നത്. ഓരോ തെരഞ്ഞെടുപ്പിലും BJPയുടെ സ്വാധീനം വർദ്ധിച്ചു വരുന്ന വർക്കലയിൽ ഇത്തവണ സ്വന്തം സ്ഥാനാർത്ഥി വരുമെന്നാണ് അവർ പ്രതീക്ഷിച്ചത്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വർക്കലയിൽ BJP 2ാം സ്ഥാനത്തെത്തിയിരുന്നു. വർക്കല നഗരസഭാ തെരഞ്ഞെടുപ്പിലും 2ാം സ്ഥാനത്തെത്തി. പഞ്ചായത്തുകളിലും നേട്ടമുണ്ടാക്കി. കൂടാതെ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BDJSന്റെ വോട്ട് കുറയുകയും ചെയ്തു. ഇതെല്ലാം BJP മത്സരിക്കണമെന്ന ആവശ്യം ശക്തമാക്കി. BJPയുടെ പ്രമുഖ നേതാക്കൾ മത്സരിക്കുമെന്ന് പ്രചാരണവും ഉണ്ടായി. മതിലുകൾ ബുക്ക് ചെയ്യുകയും ചിഹ്നം വരയ്ക്കുകയും ചെയ്തു. എന്നാൽ വീണ്ടും BDJSന് സീറ്റ് നൽകിയതോടെ BJP ക്യാമ്പിൽ നിരാശയായി. സാമൂഹിക മാധ്യമങ്ങളിൽ പാർട്ടിയുടെയും അനുഭാവികളുടെയും ഗ്രൂപ്പിൽ ചർച്ചയാവുകയും പ്രതിഷേധം ഉയരുകയും ചെയ്തു. വോട്ട് UDF സ്ഥാനാർത്ഥികൾക്ക് മറിച്ചു നൽകണമെന്ന ശബ്ദ സന്ദേശങ്ങളും പ്രചരിച്ചു. CPM ജില്ലാ സെക്രട്ടറിയായിരുന്ന ജോയിയുടെ തട്ടകത്തിൽ സ്വന്തം സ്ഥാനാർത്ഥിയെ നിർത്തി പോരാടണമെന്ന ആഗ്രഹത്തിന് തിരിച്ചടിയായിരുന്നു. ഇതെല്ലാം തിരിച്ചറിഞ്ഞാണ് മുന്നണി നേതൃത്വം ഇടപെട്ടത്. ഞായറാഴ്ച സ്മിത സുന്ദരേശന് പാർട്ടി അംഗത്വം നൽകുകയും സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിക്കുകയുമായിരുന്നു. ഇതോടെ NDA തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് സജീവമാവുകയും പ്രവർത്തകർ സന്തോഷം പങ്കിടുകയും ചെയ്തു. രാത്രി വർക്കലയിലെത്തിയ സ്മിത സുന്ദരേശന് BJP പ്രവർത്തകർ സ്വീകരണം നൽകി. CPM ഏരിയ കമ്മിറ്റി അംഗത്തെ സ്ഥാനാർത്ഥിയാക്കി വർക്കലയിൽ BJPയുടെ രാഷ്ട്രീയ അട്ടിമറി. BDJSന് നൽകിയ സീറ്റ് ഏറ്റെടുത്താണ് BJP അപ്രതീക്ഷിത നീക്കം നടത്തിയത്. വർക്കല നിയമസഭാ മണ്ഡലത്തിൽ 10 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് BJP സ്ഥാനാർത്ഥി മത്സരിക്കുന്നത്. അവസാന നിമിഷത്തെ ട്വിസ്റ്റ് CPMന് ഞെട്ടിലും BJPക്ക് പുത്തനുണർവുമായി. BJP സ്ഥാനാർത്ഥി കളത്തിലിറങ്ങുമെന്ന് ഉറപ്പായതോടെ വരും ദിവസങ്ങളിൽ വേനലിനേക്കാൾ ചൂടേറുമെന്ന് ഉറപ്പായി. വർക്കല ബ്ലോക്ക് പഞ്ചായത്ത് മുൻ പ്രസിഡന്റും നിലവിലെ അംഗവുമായ സ്മിത സുന്ദരേശനെയാണ് CPMൽ നിന്ന് BJP സ്വന്തം പാളയത്തിലെത്തിച്ചത്. CPMന്റെ ജില്ലയിലെ മുതിർന്ന നേതാവും മുൻ വർക്കല ഏരിയ സെക്രട്ടറിയുമായ S സുന്ദരേശന്റെ മകളാണ് സ്മിത സുന്ദരേശൻ. ശനിയാഴ്ച LDF സ്ഥാനാർത്ഥി V ജോയ് നാമനിർദ്ദേശ പത്രിക നൽകാൻ വർക്കല താലൂക്ക് ഓഫീസിലെത്തിയപ്പോൾ S സുന്ദരേശനും സ്മിത സുന്ദരേശനും ഒപ്പമുണ്ടായിരുന്നു. തൊട്ടടുത്ത ദിവസം സ്മിത എതിർപ്പാളയത്തിലെത്തിയാണ് CPMന് നാണക്കേടായത്. വർക്കല ബ്ലോക്ക് പഞ്ചായത്തിൽ നിലവിൽ ഒറ്റൂർ ഡിവിഷനെയാണ് സ്മിത പ്രതിദാനം ചെയ്യുന്നത്. തുടർച്ചയായി 3ാം തവണയാണ് ബ്ലോക്ക് പഞ്ചായത്ത് അംഗമാകുന്നത്. 2015 ബ്ലോക്ക് വൈസ് പ്രസിഡന്റും 2020 പ്രസിഡന്റുമായിരുന്നു. ഇത്തവണ വിജയിച്ചെങ്കിലും പ്രസിഡന്റ് സ്ഥാനത്തേക്ക് പരിഗണിച്ചില്ല. സ്ഥിരം സമിതി അധ്യക്ഷ സ്ഥാനവും ലഭിച്ചില്ല. ഇതെല്ലാം പാർട്ടി അവഗണിക്കുകയാണെന്ന തോന്നൽ ഉണ്ടാക്കിയിരുന്നു. പാർട്ടി നേതൃത്വവുമായുള്ള ഭിന്നതകളും BJPയുമായി അടുക്കുന്നതിന് കാരണമായി. കുറച്ചുനാളായി BJP നേതൃത്വവുമായി ബന്ധപ്പെട്ട് ചർച്ചകൾ നടന്നു വരികയായിരുന്നു. വർക്കലയിലെ CPM നേതാവ് BJPയിൽ എത്തുമെന്ന് അഭ്യൂഹം തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചപ്പോൾ മുതലുണ്ടായിരുന്നു. BDJS മത്സരിച്ചാൽ വലിയ പരാജയമുണ്ടാകുമെന്ന വിലയിരുത്തലിലും BJP സ്ഥാനാർത്ഥിയായി സ്മിത എത്തുന്നതിൻ്റെ കാരണമായി. CPM ഏരിയ കമ്മിറ്റി അംഗം, ജനപ്രതിനിധി എന്ന നിലകളിൽ വർഷങ്ങളായി സ്മിത വർക്കലയിൽ സജീവമാണ്. സ്മിതയുടെ സ്ഥാനാർത്ഥിത്വം CPMന് ദോഷകരമാകുമെന്ന് BJP പ്രതീക്ഷിക്കുന്നു. LDFനായി V ജോയിയും UDFനായി വർക്കല കാഹറും മത്സരരംഗത്തെത്തിയതോടെ വാശിയേറിയ പോരാട്ടം ഉറപ്പായിരുന്നു. BDJS സ്ഥാനാർത്ഥിയായി പുതുമുഖം എത്തിയതോടെ BJP വോട്ടുകൾ ആർക്ക് ലഭിക്കുമെന്ന രീതിയിൽ സമൂഹ മാധ്യമങ്ങളിലടക്കം സജീവ ചർച്ചകൾ തുടരുകയായിരുന്നു. ഇതിനിടെയാണ് മുന്നണി മാറ്റവും BJP സ്ഥാനാർത്ഥിയുടെ കടന്നുവരവും. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തുക. കൂടുതൽ വീഡിയോസുകൾക്കായി ചാനലിനോട് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ദിസ് ഈസ് സ്ട്രൈക്ക് ടോക്കർ സൈനിങ് ഓഫ്.